ഉപതെരഞ്ഞെടുപ്പിലായാലും ഈ പിന്തുണയൊക്കെ വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്ത് പോട്ടെ, ആരുടെയും വോട്ട് വേണ്ട എന്ന രൂപത്തിലാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി നേതാക്കൾ ഞങ്ങളെ വന്നു കണ്ടിരുന്നുവെന്നും ആ പിന്തുണ സ്വീകരിക്കുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് അവരെ രാഷ്ട്രീയ പാർട്ടിയെ കൂടി അംഗീകരിക്കുന്നു. ആ അംഗീകാരം ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു എന്നുള്ളത് കൂടിയാണ്. അതിലെ രാഷ്ട്രീയം എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇനി കിട്ടാനുള്ള സഹകരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അപ്പോൾ ആരും മോശമല്ല, എല്ലാവരും പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ തീവ്രത പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ തീവ്രവാദം പറയുന്നവരുടെ പ്രതികരണങ്ങൾ അവിടെ മങ്ങിപ്പോകുന്നു. അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് വിളിച്ചു പറയാൻ ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും CPM നിന്ന് ശക്തമായ പ്രതികരണം വന്നിട്ടില്ല. ഇപ്പുറത്ത് വലിയ തോതിൽ മറ്റ് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം. ഇനിയിപ്പോൾ 8 ദിവസമേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞ് ആ വോട്ട് പൂർണ്ണമായും നമുക്ക് കിട്ടും, മറ്റേത് പോയത് പോയി എന്ന രൂപത്തിൽ പ്രതികരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PDPക്ക് അവിടെയൊന്നും വലിയ വോട്ടില്ല.